ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ബേബി മെറ്റ് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ചില പടവിൻ്റെ പണിക്കാരെ ഇത് പടവിൻ്റെ ഒപ്പം തന്നെ അതിൽ പരിക്കനാണ് സാധാരണ നിറച്ച് കൊടുക്കാറ്. പരിക്കന് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് സെറ്റ് ആവില്ല. ഇതിൽ കോൺക്രീറ്റ് തന്നെ ചെയ്യണം. സാധാരണ മെറ്റലൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫില്ല് ആവും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബേബി മെറ്റൽ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതൊരു വുഡിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടുള്ളൂ. നമുക്ക് അത് ടച്ച് ചെയ്യുമ്പോഴൊക്കെ. ടച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പി കഷ്ണം അതല്ലെങ്കിൽ വടി കഷ്ണമൊക്കെ എടുത്തിട്ട് നമ്മൾ അതിന് തട്ടി നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കറക്റ്റ് തിക്കായിട്ട് കോൺക്രീറ്റ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്മേ തട്ടുമ്പോൾ ഇരുമ്പിന്റെ സൗണ്ട് ആയിട്ട് വരിക. അതിന്റെ ഉള്ളിൽ കറക്റ്റ് നമ്മൾ ഈ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ടൈറ്റ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേ തട്ടുമ്പോൾ നമുക്ക് വുഡിന്റെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ വലിയ മെറ്റലൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിലേക്ക് ഇറങ്ങി പോവാണ്ട് അതിൽ തങ്ങി നിന്ന് ഗ്യാപ്പുകൾ വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബേബി മെറ്റൽ കറക്റ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ആദ്യത്തിലൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് കയറ്റിയാണ് ചെയ്തിരുന്നത് സാധാരണ കോൺക്രീറ്റ് ഒക്കെ. പിന്നെ നമ്മളത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ബേബി മെറ്റലൊക്കെ ഇട്ടാണ് പിന്നെ എല്ലാ സൈറ്റിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ സാധാരണ രീതിയിലുള്ള കട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പടവിന്റെ പണിക്കാർ വെക്കണ നേരത്തെ അവർ ആ പരിക്കനിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരിക്കലും പരിക്കനൊന്നും അതിൽ വെപ്പിക്കരുത്. എപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് കാര്യങ്ങൾ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള കോൺക്രീറ്റുകൾ മാത്രമാണ് അതിൽ ഇടിയിക്കേണ്ടത്.